എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ചണ്ഡീഗഡിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ പോയത് റോക്ക് ഗാർഡനിലാണ് കേട്ടോ. ചണ്ഡീഗഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് റോക്ക് ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. വീക്കെൻഡ് ഒന്നല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോയിട്ടുണ്ടായത് നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ തന്നെയാണ്. എൻ്റെ വണ്ടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പോലീസ് ഫൈനൊക്കെ അടിച്ചു തന്നതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തിറക്കിയില്ല. കാരണം വെറുതെ പൈസ കളയണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് അക്ഷത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെർ ഹെഡ് 30 റുപ്പീസാണ് വരുന്നത്. അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ, കുറച്ച് സ്പെൻഡ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, പഴയ കാലത്തെ കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റായിട്ട് വരുന്ന കുറേ സെറാമിക് പ്ലേറ്റിൻ്റെ പീസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കുപ്പി വളകൾ, ഇതൊക്കെ വെച്ചിട്ട് വേസ്റ്റ് ആകുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കാണാനുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അറിയില്ല. എനിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറയായിരുന്നു, അവൻ്റെ ചൈൽഡ്ഹുഡ് ഫുള്ള് ഇവിടെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ചെറുപ്പത്തിൽ അവൻ്റെ പേരൻസ് കാര്യങ്ങളൊക്കെ അവരെപ്പോഴും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ വർഷത്തിന് ശേഷമാണ് അവൻ വന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, നീ വന്നുകൊണ്ടാണ് ഞാൻ വന്നത്, അപ്പോൾ എന്തായാലും താങ്ക് യു എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മുടെ റോക്ക് ഗാർഡൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ. നെക്ചന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ആൾ ഫസ്റ്റ് തുടങ്ങിയത് ഈ ഒരു ലൊക്കേഷൻ നിന്നാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ആൾ ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു 50 വർഷമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് ഫുള്ള് കല്ലാണ് കേട്ടോ. അത് നമുക്ക് നല്ല രസമാണ്. ആർട്ടിഫിഷ്യലായിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയാം. ഇത് കണ്ടോ, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള വാട്ടർഫോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ചണ്ഡീഗഡൊക്കെ അത്യാവശ്യം ചൂടാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണിത്. ഞാൻ പോയ ദിവസം അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങളും ഒരു ഉച്ച സമയത്താണ് പോയത്. അതുകൊണ്ട് കുറച്ച് തണലൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ ആശ്വാസമായിരുന്നു. അത്യാവശ്യം നടന്ന് കണ്ടു. ഇവിടെ സിമെൻ്റൊക്കെ കൊണ്ടുണ്ടാക്കിയതൊക്കെ വളരെ കുറവാണ് കേട്ടോ. മാക്സിമം അവർ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തോട്ടിലൊക്കെ കാണുന്ന കല്ലുകളില്ല, അതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ മാക്സിമം നമ്മുടെ വേസ്റ്റൊക്കെ കൊണ്ട് അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഒരു അടിപൊളിയായിട്ട് തോന്നിയിരുന്നു. കാരണം നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ പീസസ് കാര്യങ്ങൾ എല്ലാം കൊണ്ട് നമ്മുടെ കുറേ ചട്ടികൾ, പിന്നെ എന്തൊക്കെയാണോ അങ്ങനെ അവർ കളക്ട് ചെയ്ത് ഇത്ര അധികം സാധനങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ സെറാമിക്കിൻ്റെ പീസായാലും എനിക്കറിയില്ല ഇത്ര കണക്ട് ചെയ്ത്. കണ്ടോ നിങ്ങൾ, നമ്മുടെ ഫ്യൂസിൻ്റെയൊക്കെ മെയിൻ സ്വിച്ചിൻ്റെ ഫ്യൂസിൻ്റെയൊക്കെ പീസില്ലേ, അതാണ് ഈ സംഭവം. അതുകൊണ്ടാണ് അവരുണ്ടാക്കിയത്. അപ്പോൾ ഇത് ഫുള്ള് സെറാമിക്കിൻ്റെ പീസസ്സാണ്. പിന്നെ കുപ്പി വളകൾ കൊണ്ടൊക്കെ ടാഗുണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് പോവാം. കുപ്പി വളകൾ ഉണ്ടാക്കിയൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. ഒരുപാടുണ്ട് കാണാൻ.
ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട് കേട്ടോ ഇതിനകത്ത് തന്നെ. കുറേ ആൾക്കാർ കണ്ടായിരുന്നു, കുറേ ഫാമിലീസാണ് അധികം ഉണ്ടായത്. ഞങ്ങളും കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. അത് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും, കാരണം അതൊക്കെയാണ് നമുക്ക് ആകെയുള്ളൊരു മെമ്മറീസ്. എന്തായാലും അവൻ 2 ദിവസം മെനക്കെട്ട് 2 ദിവസം ലീവൊക്കെ എടുത്ത് ഞങ്ങളൊന്നിച്ച് കറങ്ങിയിട്ടോ ചണ്ഡീഗഡ്. ഞാൻ വരുന്നതിന് മുമ്പേ, എത്രയോ നാൾ മുമ്പേ അവനെപ്പം വിളിച്ച് പറയായിരുന്നു, നീ വരുമ്പോൾ പറയണം, നമുക്ക് ഞാൻ എല്ലായിടത്തും കൊണ്ട് കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പോലീസ് പിടിച്ചത് ഒഴികെ ബാക്കിയെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പോലീസുകാർ പിന്നെ എല്ലാ നാട്ടിലെയും പോലെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരുടെ ടാർഗറ്റ് തേക്കണമല്ലോ, അതിന് വേണ്ടി ലോട്ടാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് കേട്ടോ അക്ഷത്ത്. ഈ കാണുന്ന ചുവരങ്ങളെല്ലാം ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ഇതെല്ലാം സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ കാണാനൊരു നാച്ചുറൽ ഫീൽ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ ഒരു ഏരിയ മാത്രമാണ് എനിക്ക് സിമെൻ്റായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ മാക്സിമം അവർ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ കൊണ്ടാണ് ചെയ്തത്. പിന്നെ ഇവിടെ കുറച്ച് അക്വേറിയം സെറ്റപ്പൊക്കെ ഉണ്ട്, കുറച്ച് ഫിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സൈഡിലൂടെ നമുക്ക് നടന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞൊരു സെക്ഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിറേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കോൺകേവ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നമ്മുടെ രൂപം തന്നെ നമുക്ക് പല രീതിയിൽ കാണാനുള്ള ഒരു ഓപ്ഷനാണത്. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട്, നമുക്ക് ഹൈറ്റ് കുറഞ്ഞ് കാണാം, ഇത് കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു. അതിനുശേഷം നല്ല ചൂടായതുകൊണ്ടൊരു വെള്ളമൊക്കെ കുടിച്ച് അതിൽ നടന്നിട്ടോ. എന്തായാലും ഒന്ന് നടന്ന് കാണാനുണ്ട്. പിന്നെ ഇതൊരു ചെറിയൊരു അവരുടെ ഒരു മ്യൂസിയം സെറ്റപ്പാണ്, അവരുടെ ട്രഡീഷണൽ. അപ്പം അതൊക്കെ ജസ്റ്റ് കയറി കണ്ടു. പഴയകാലത്തെ ജീവിത രീതി, അവരെ വീട്ടിലെ ഓരോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ചെറിയ ട്രഡീഷണൽ മ്യൂസിയം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സെറ്റപ്പിലായിരുന്നു അതിനകത്ത് ഉണ്ടായത് കേട്ടോ. അത് അത്യാവശ്യം കാണാൻ കൊള്ളായിരുന്നു. ഒരു വീട്, കാര്യങ്ങൾ, കൃഷി, അവരുടെ വസ്ത്രം, അതൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പം അക്ഷരത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവന് ഊഞ്ഞാലാടണമെന്നുള്ളത്. സംഭവം ചെറുപ്പത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ അവൻ ഇവിടുന്ന് കുറേ കളിച്ച് വളർന്നതാണ്. അപ്പോൾ ആൾക്ക് ഊഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആൾ പറഞ്ഞു ഒരു 5-6 വർഷത്തിന് മുന്നാണ്, 5-6 വർഷമല്ല 8 വർഷം അങ്ങനെ ആയെന്ന് പറഞ്ഞു ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഇപ്പം കുറേ ചേഞ്ചസ് വന്നു. അപ്പം ഒരുവിധം എല്ലാവരും ഇവിടുന്ന് ഊഞ്ഞാലൊക്കെ ആടി കളിക്കുന്നുണ്ടായിരുന്നു. പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ചണ്ഡീഗഡ് എന്ന് പറഞ്ഞൊരു നല്ല അടിപൊളി സിറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നീറ്റാണ്, ഭയങ്കര എന്താ പറയുക, പ്ലാൻഡൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തൊരു സിറ്റിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട കുറേ അവർ മാക്സിമം വേസ്റ്റൊക്കെ യൂസ് ചെയ്ത് എന്തൊക്കെയോ മനുഷ്യന്മാരുണ്ട്, കുറച്ച് മൃഗങ്ങളെയുണ്ട്, ഓരോ ഷേപ്പ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മളും കുറേ പാഴാക്കി കളയുന്ന കുറേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. എന്നാൽ ഇവർ ഇത്ര കഷ്ടപ്പെട്ട് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷേ സെറാമിക്കൊക്കെ ഇത്രയൊക്കെ സെറാമിക്കിൻ്റെ പീസസൊക്കെ എവിടെ നിന്ന് കളക്ട് ചെയ്തെന്ന് അറിയില്ല. എന്തായാലും വളരെ വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ എക്സിറ്റിലുള്ളൊരു സെക്ഷനാണ്. ഇവിടെ പൊട്ടിയ കുപ്പിവളകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ ഒന്നും പറയാനില്ല, അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ചണ്ഡീഗഡ് വരികയാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് എന്തായാലും മിസ്സാക്കാണ്ട് കയറി കാണുന്നതായിരിക്കും നല്ലതായിരിക്കും. കാരണം നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ ഓരോന്ന് വലിച്ചെറിയുന്ന കുറേ സാധനങ്ങളാണ് ഇതൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഇവർ മാക്സിമം നമ്മളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുപ്പിവളകളാണ്.
കുട്ടി വളകളെ കൊണ്ട് ഇതെങ്ങനെ എത്ര സമയമെടുത്ത് ചെയ്തതായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കളറൊക്കെ കോമ്പിനേഷനൊക്കെ നോക്കി എന്തായാലും അടിപൊളിയായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ചണ്ഡീഗഡിലെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസാണ് ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തത്. എന്തായാലും അക്ഷത്തിനൊരു ബിഗ് താങ്ക് യു.